അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് പോണ്ടയും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉമ്മച്ചിനോട് ഉണ്ടാക്കാൻ പറഞ്ഞു. ഉമ്മച്ചി ചായക്കടിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുട്ടപ്പത്തിരി മതിയെന്ന് പറഞ്ഞു. അവിടെ ഓട്ടറാണ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല, അതിന് തന്നെ സോഫ്റ്റായിട്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ച്. അവിടെ വൈറ്റ് ആയിരിക്കും, ഇതൊരു ക്രീം കളറൊക്കെ പോലെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് മുട്ടപ്പത്തിരി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് മുട്ടപ്പത്തിരി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി ഇന്ന് മുട്ടപ്പത്തിരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയും ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഞാനും വാപ്പച്ചും കൂടി പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അപ്പോൾ ഉമ്മാടും ഉമ്മാനെയും വാപ്പാടും ഉമ്മാനെയും ഒന്ന് പോയി കാണണം. അപ്പോൾ ഞാനും വാപ്പച്ചും കൂടിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഉമ്മച്ചിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഇന്നില്ല, അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് തരാം. ഉമ്മച്ചിയുടെ വീട് എത്തിയിട്ടോ. ഇതാണ് ഉമ്മച്ചിയുടെ വീട്. അസ്സലാമലൈക്കും. ഉമ്മച്ചിയുടെ വീട്ടിൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വാപ്പിച്ചിയുടെ വീട്ടിലേക്ക് പോണ്. അപ്പോൾ അതേ തറവാട്ടിക്ക് വന്നിട്ടോ. അസ്സലാമലൈക്കും. അന്നെ ഉറങ്ങണ് എന്നാ എന്നെ വിളിക്ക്. അന്ന മോളെ, അന്ന എണീക്ക് വീഡിയോ ആണ്. അപ്പൊ നേരം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എണീക്ക് അന്ന എണീക്ക്. വീഡിയോ ഓഫാക്കിയാലേ എണീക്കുള്ളൂ. ആന്നാ മുട്ടിയൊക്കെ അത് ഇങ്ങനൊക്കെ എടുക്കണ്. എണീക്കിങ്ങടേ. അസ്സലാമലൈക്കും. രണ്ട് വല്യമ്മമാരൊക്കെ കണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടുത്തെ പണികൾ നോക്കാം. ഇന്നിപ്പോൾ അത് ഉരുളക്കിഴങ്ങ് പോകണ്ട കേട്ടോ. അപ്പം അതിനുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാൻ പോണ് അല്ലേ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഉടച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അത് ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവോള, വെളുത്തുള്ളി, വേപ്പില, ഇത് മൂന്നും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പിലൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം സവോള വഴറ്റിയെടുക്കുക അല്ലേ. അപ്പോൾ ഇതിലേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാല അല്ലേ, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയ മസാല ഇതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കുക. അപ്പോൾ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൊരിച്ചെടുക്കണം നമ്മളെ മാവിൽ. കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലേ. ഉപ്പിട്ട് കൊടുക്കണോ? കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് ആ ബോൾസ് ആക്കിയത് ഇതിൽ മുക്കിയെടുക്കണം അല്ലേ. ഇത് കുറച്ച് കായം പൊടിയും കൂടെ ഇടണം കേട്ടോ. അതെ, ഇതാണ് നമ്മളെ മാവ്. ഈ മാവിൽ ഈ ബോൾസ് ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ബോൾസ് നമുക്ക് മാവിലിട്ടിട്ട് മാവൊന്ന് എല്ലാ സൈഡിലേക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് വെളിച്ചെണ്ണയിൽ ഇടാം. അതെ, ഓരോ ബോൾസും മാവിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയില്ല, എനിക്ക് ഈ മുട്ടപ്പത്തിരി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഉമ്മച്ചി മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ പോണ്. അതിനാദ്യം ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് അരിപ്പൊടി, ഇതാണ് ഇപ്പോൾ ഇതിൽ കിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് അല്ലേ, ഉപ്പ്. പിന്നെ എന്താ, ഇതൊന്നും വേണ്ട, മുട്ട വേണ്ട ഇതിലേക്ക്. എത്ര മുട്ട വേണം? അപ്പോൾ അതേ മുട്ട എടുത്തിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഉമ്മച്ചി ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. ഒരു മുട്ട മതിയില്ലേ? രണ്ടര ഒഴിക്കണോ? ഒരു മുട്ട മതി കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വെള്ളം ഒഴിക്കണം. ഞാനോ ഫുള്ള് ഒഴിക്കണം. മിക്സിയിലിട്ട് അടിച്ചാൽ അപ്പോൾ അതേ നമ്മളുടെ
ബാറ്റർ തയ്യാറായിക്കണം. ഇത് നമുക്ക് മുട്ടപ്പത്തിരി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വരണ്ടേ കേട്ടോ. ഇതാണ് നമ്മളെ മുട്ടപ്പത്തിരിയുടെ ചട്ടി കേട്ടോ. ഇത് മുട്ടപ്പത്തിരി ചുട്ടുള്ള ടയാളാണ് കേട്ടോ. ഇതാണ് നമ്മളെ ചട്ടി വരുന്നത്. ഈ ചട്ടിയിലാണ് ചുടുന്നത്. മറ്റേ ഗ്യാസും അങ്ങനെ ചൂടാറില്ല, അടുപ്പിലാണ് ചൂടാറുള്ളതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ഗ്യാസിലിടാം. അപ്പോൾ അതെ മുട്ടപ്പത്തിരിക്കുള്ള മാവ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കിയാൽ മതിയോ. കൂട്ടൂട്ടോട്ടായിട്ട് ഇങ്ങനെ വരും. ഇനി മൂടിയേക്കാം അല്ലേ. യെസ്, അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. മുട്ടപ്പത്തിരി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേർന്ന് ആദ്യത്തെ എടുക്കണ്ട. ആദ്യത്തെ എന്തായാലും എപ്പോൾ ഉണ്ടാക്കാന്ന് വെച്ചാലും കേടാവും, പിന്നുള്ള എടുത്താൽ മതി. അപ്പോൾ അതെ രണ്ടാമത്തെ മുതൽ റെഡി ചെയ്യുന്നുണ്ട്. നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാം. ജ്യൂസ്, വെള്ളം കലക്കിയത്, ഇതാണ് നമ്മളെ ഉരുളക്കിഴങ്ങ് പോണ്ട. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്. ഇനി ഞങ്ങൾ രണ്ടാളുള്ളൂ കേട്ടോ, ഉമ്മച്ചിയും ഞാൻ കൂട്ടുള്ളൂ. പിന്നെ ഇതേ നമ്മളെ മുട്ടപ്പത്തിരി ഉണ്ട്. അതിന് ഈ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം. നമുക്കിപ്പോൾ നോമ്പ് തുറക്കാം. ഇതാണ് നമ്മളെ ബോണ്ട. കണ്ടോ, നല്ല അടിപൊളി മസാലയാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം, അടിപൊളിയാണോ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ നമ്മളെ ഇന്നലത്തെ ചമ്മന്തി ഉണ്ട് ഗായ്സ്. അപ്പം നമുക്ക് അതും കൂട്ടിയിട്ട് ഇതൊന്നും കൂടെ കഴിച്ചു നോക്കാം. ചമ്മന്തി വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. എന്നാലും കുഴപ്പമില്ല. ചമ്മന്തിക്ക് വേറെ ടേസ്റ്റ്, ഇതും വേറെ ടേസ്റ്റ്. ഇതിൽ ചമ്മന്തി കിട്ടൂല. എന്തായാലും ഇന്നലത്തെ ചമ്മന്തി ഇല്ലേന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. എവിടെ നിന്നാ ചോറ്? ജുമാത്തള്ളിന്നത് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് ചോറ് നോക്കാം. ബിരിയാണി ആണോ നോക്കിയിട്ടില്ലേ? അതെന്റെ ബൂസ്റ്റാണ്, അതെന്റെ ബൂസ്റ്റ്. യെസ് ഗൈസ്, ബീഫ് ബിരിയാണി ഗൈസ്. അല്ല അഭിജി, ബീഫല്ലേ? അപ്പം ആദ്യം നമുക്ക് മുട്ടപ്പത്തിരി ഇടാം കേട്ടോ. മുട്ടപ്പത്തിരി 2 മുട്ടപ്പത്തിരി ഇടാം. നമുക്ക് ബിരിയാണി ഉണ്ട്, നമുക്ക് ചിക്കൻ കറി ഉണ്ട്, പാലുണ്ട്. ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ച് ഇതൊന്ന് കുതിർത്താം. ഇത് കുതിർന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ ഈ തേങ്ങാപ്പാലൊന്നും ഇവിടെ ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് ഇതിനാണ്. അപ്പോൾ ചെയ്ത പഞ്ചസാര, ചിക്കൻ കറി, ഇത് ചിക്കൻ കറി നോക്കിയിട്ട് അടിപൊളിയായിട്ട് തിന്നും. അപ്പോൾ അത് ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. കാരണം മുട്ടപ്പത്തിരിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം മുട്ടപ്പത്തിരി കഴിച്ചപ്പോൾ നല്ല ഫീല്. നമുക്ക് ബിരിയാണി, നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ മുട്ടപ്പത്തിരിയൊക്കെ ഇരുന്ന്, മുട്ടപ്പത്തിരി കുറേ ദിവസമായി ഇപ്പോൾ മുട്ടപ്പത്തിരിയൊക്കെ അങ്ങനെ കഴിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ നോമ്പിനിപ്പോൾ വന്നപ്പോഴാണ് ഇപ്പോൾ ഉമ്മച്ചിനോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ കഴിച്ചത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കഴിച്ചുകൊണ്ടൊക്കെ നല്ലൊരു എന്താ പറയുക, നമുക്ക് ഞാനും ഉമ്മച്ചിനോട് എപ്പോഴും വരുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഈ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട, എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ ഈ മുട്ടപ്പത്തിരിയൊക്കെ ഇങ്ങനെ കഴിക്കാത്ത അപ്പം അതേപോലെ അതും പിന്നെ രസം, മോര്, അതൊക്കെ എനിക്ക് ഉമ്മച്ചി ഉണ്ടാക്കണത് തന്നെ ഇഷ്ടമുള്ളൂ. അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, രസമൊക്കെ എനിക്ക് വേറെ അടുത്ത് നിന്ന് ഞാൻ കുടിക്കാറൊന്നുമില്ല. പക്ഷെ എനിക്ക് ഉമ്മച്ചി ഉണ്ടാക്കുന്ന രസമൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നോമ്പിനെ വന്നിട്ട് അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ വരുമ്പോൾ ഇനി അതൊക്കെ കഴിക്കാം. അപ്പം അങ്ങനത്തെ ഉമ്മച്ചിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കിഷ്ടമുള്ളത്. അപ്പം അതാണ് എനിക്ക് ഇവിടെ വന്നാൽ കഴിക്കേണ്ടത്. അല്ലാണ്ട് വേറെ ഇതൊക്കെ എനിക്ക് അവിടെ തന്നെ കിട്ടും.
പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉമ്മച്ചിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മുട്ടപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ റെസിപ്പി കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ബൈ.